ബൈ ഇലക്ഷൻ വീക്ഷിക്കുന്ന ഉമ്മൻചാണ്ടി സാറും ആര്യാടനും ബൈ ഇലക്ഷൻ നടക്കുക. പുതുപ്പള്ളിയിൽ സാന്തി ഉമ്മൻ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ഇനി നിലമ്പൂരിൽ സംഭവിക്കും. ആരാടോ സ്വന്തം മകൻ തോൽക്കുന്ന ആഗ്രഹിക്കുക? സ്വന്തം മകൻ ജയിക്കണം എന്നുള്ളതാണ് ശരിക്കും ഒരു അച്ഛൻ്റെ ആഗ്രഹം എന്നുള്ളത്. എനിക്കും അതാഗ്രഹമുണ്ട്. അത് തന്നെ സംഭവിക്കുമെന്ന് നിലമ്പൂരിലെ വോട്ടർമാരുടെ നീ ഒന്ന് നോക്കി അവിടെ ബലരാമനുണ്ട്, രമ്യ ഹരിദാസുണ്ട്, എല്ലാവരും വാപ്പുട്ടിയെ ജയിപ്പിക്കാൻ കണക്കാക്കി പുതുപ്പള്ളിയിലേതുപോലെ തന്നെ വാപ്പുട്ടിയും ജയിച്ചു കഴിഞ്ഞതാണ്. ഞാൻ പറയട്ടെ, സത്യം പറയാൻ നമ്മള് പാർട്ടി പൊതുവെ പേരിൽ മാത്രമേ ഐക്യമുള്ളൂ, അല്ലാതെ സ്വഭാവത്തിൽ സത്യം പറയട്ടെ എന്നോട് ഒരു ഐക്യം ഞാനത് ഒരുപാട് അനുഭവിച്ചാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പാർട്ടി പാവം നിലയില്ല കയറ്റി കിടന്ന് കഴിയണം ഞാൻ എൻ്റെ കണ്ണോണ്ട് കണ്ടത്. അതിൻ്റെ ഒരു മാനസികാവസ്ഥ ശരിക്കും എനിക്ക് സുഖമില്ലാതെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കാം വിഷമിക്കുന്ന അതിന് ഒരു നല്ല പരിഹാരം ഉണ്ടാകും. നല്ലൊരു പരിഹാരം ശരിക്കും നല്ല കാലാവസ്ഥയ്ക്ക് വാർത്തയ്ക്ക് അനുകൂലമാണെന്നുള്ളത്. എല്ലാ നേതാക്കന്മാരും നിലമ്പൂരിൽ വന്ന് വാർത്തയ്ക്ക് വോട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നല്ലൊരു കാലാവസ്ഥ അനുകൂലമാണ്. ദൈവം സഹായിച്ച് അതിന് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ അടുത്ത തലമുറ അവർ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അഭിമാനം തോന്നുന്നത്. അതെയോ സന്തോഷമായി. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ മോനോട് നേരത്തെ കാറ്റ് വന്ന് സെറ്റായിട്ടുണ്ടെന്ന് സന്തോഷം. അതൊക്കെ നമ്മളുള്ള പോലെ തന്നെ നമ്മുടെ മക്കളും സന്തോഷമായി. അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ മുണ്ടിപ്പായി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ആര്യാടൻ ഒന്നും വിഷമിക്കുന്ന വിജയം നമുക്കുള്ളത് തന്നെയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാം. ശരി മോനെ, വളരെ സന്തോഷമായി. ഞങ്ങൾ ഒരിക്കലും അവരെ പരിഹസിക്കുകയല്ല. ഞങ്ങൾ അവർക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഒരു എളിയ സമ്മാനം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.